ഗുഡ് മോർണിംഗ്. അപ്പോൾ ഇന്ന് ലോക എയ്ഡ്സ് ഡേ ആണ്, ഡിസംബർ 1. അതുകൊണ്ട് തന്നെ ഇന്നത്തെ ഈ ഒരു ദിവസം നമുക്ക് ആ ഒരു ടോപ്പിക്കിനെ കുറിച്ച് കുറച്ച് കാര്യങ്ങളൊക്കെ നോക്കാം. അപ്പോൾ അതിന് മുന്നേ വീഡിയോസ് ആദ്യമായി കാണുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ എല്ലാ വർഷവും ഡിസംബർ 1 നമ്മൾ ലോക എയ്ഡ്സ് ദിനമായിട്ട് ആചരിച്ച് പോകുന്നത്. HIV അല്ലെങ്കിൽ എയ്ഡ്സ് സംബന്ധിച്ച ബോധവൽക്കരണം വർദ്ധിപ്പിക്കാനും രോഗികളോടുള്ള സഹാനുഭൂതി ഉയർത്തിക്കാനുമാണ് ഈ ദിനം സമർപ്പിക്കപ്പെട്ടിരിക്കുന്നത്. HIV അല്ലെങ്കിൽ എയ്ഡ്സ് എന്നാൽ എന്താണ്? HIV എന്ന ഹ്യൂമൻ ഇമ്മ്യൂണോ ഡെഫിഷ്യൻസി വൈറസ് മനുഷ്യരുടെ പ്രതിരോധ വ്യവസ്ഥയെ തകർക്കുന്ന ഒരു വൈറസാണ്. ചികിത്സ ലഭിക്കാതെ പോകുന്നത് എയ്ഡ്സ് എന്ന അവസ്ഥയിലേക്ക് കടക്കും. അതായത് അക്വയർഡ് ഇമ്മ്യൂണോ ഡെഫിഷ്യൻസി സിൻഡ്രോം എന്ന കണ്ടീഷനിലേക്ക് ലീഡ് ചെയ്യും. രോഗപ്രതിരോധ ശേഷി ഗണ്യമായി കുറഞ്ഞ വിവിധ ഇൻഫെക്ഷനുകൾക്കും രോഗങ്ങൾക്കും അത്യന്തം ഉൾക്കൂട്ടമായ ഒരു അവസ്ഥയാണ് ഈ പറയുന്ന എയ്ഡ്സ്. ഇനി ഇതെങ്ങനെയാണ് പകരുന്നത് അല്ലെങ്കിൽ മോഡ്സ് ഓഫ് ട്രാൻസ്മിഷൻ എന്ന് വെച്ചാൽ രക്തത്തിലൂടെ പകരാം, സംരക്ഷണമില്ലാത്ത ലൈംഗിക ബന്ധത്തിലൂടെ പകരാം, മാതാവിൽ നിന്ന് കുഞ്ഞിലേക്ക് പകരാം, അതായത് ഗർഭകാലത്ത്, പ്രസവ സമയത്ത്, മുലയൂട്ടലിലൂടെയൊക്കെ പകരും. പിന്നെയുള്ള സൂചി അല്ലെങ്കിൽ ഇഞ്ചക്ഷൻ തുടങ്ങിയ ഉപകരണങ്ങൾ പങ്കിടുന്നത് മൂലം പകരാം. ഇനി HIV പകരാത്ത സാഹചര്യം ഏതൊക്കെയാ വെച്ചാൽ കൈകോർക്കലിലൂടെയോ ചേർത്തിരിക്കലിലൂടെയോ പാത്രങ്ങൾ അല്ലെങ്കിൽ ഭക്ഷണം പങ്കിടലിലൂടെയോ ചുമ, തുമ്മൽ, കുരുകല് തുടങ്ങിയവയിലൂടെയും നമ്മുടെ HIV എന്തില്ല പകരത്തില്ല. അത് നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കാം. ഇനി ലക്ഷണങ്ങൾ അല്ലെങ്കിൽ സിംറ്റംസ്. തുടക്കത്തിൽ ഒരു പനിയോ തളർച്ചയോ തൊണ്ടവേദനയോ ലിംഫ് ഗ്ലാൻഡ് വീക്കോ ഒക്കെ ആയിരിക്കും. പിന്നീട് ക്രമേണ ഭാരം കുറയല്, സ്ഥിരമായിട്ടുള്ള പനി ഉണ്ടാവാം, ചർമ്മരോഗങ്ങൾ ഉണ്ടാവാം, ശ്വാസകോശ ഇൻഫെക്ഷൻ ഒക്കെ ഉണ്ടാവാം. ഇനി പരിശോധന അല്ലെങ്കിൽ ടെസ്റ്റിംഗ് എന്തൊക്കെയാണെന്ന് വെച്ചാൽ HIV സ്ക്രീനിങ് ടെസ്റ്റ് ഉണ്ട്, ELISA ടെസ്റ്റ് ഉണ്ട്, കൺഫർമേറ്ററി ടെസ്റ്റ് ഉണ്ട്, അതായത് വെസ്റ്റേൺ ബ്ലോട്ട്, PCR തുടങ്ങിയവയ്ക്ക് എന്താണ് ഈ പറയുന്ന HIV നേരത്തെ കണ്ടെത്താൻ സഹായിക്കും. ഇനി ചികിത്സ അല്ലെങ്കിൽ ട്രീറ്റ്മെൻറ്റ് എന്തൊക്കെയാണെന്ന് വെച്ചാൽ ART, ആൻറ്റി റിട്രോ വൈറൽ തെറാപ്പി ലഭ്യമാണ്. ഇനി പ്രതിരോധ മാർഗങ്ങൾ എന്തൊക്കെയാണെന്ന് വെച്ചാൽ സുരക്ഷിതമായ ലൈംഗിക ബന്ധം നമ്മൾ ഉറപ്പുവരുത്തുക, അണുവിമുക്ത സൂചികൾ അല്ലെങ്കിൽ ഉപകരണങ്ങൾ നമ്മൾ ഉപയോഗിക്കാം, രക്തദാനം ചെയ്യുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കാം, അതുപോലെ തന്നെ ഗർഭിണികൾക്ക് മുൻകൂട്ടി പരിശോധനയും ബോധവൽക്കരണവും വിദ്യാഭ്യാസവും നൽകുക. ഇനി വേൾഡ് എയ്ഡ്സ് ഡേയുടെ ലക്ഷ്യം എന്തൊക്കെയാണെന്ന് വെച്ചാൽ HIV അല്ലെങ്കിൽ എയ്ഡ്സിനെ സംബന്ധിച്ചുള്ള തെറ്റിദ്ധാരണകൾ നീക്കുക, പരിശോധന, ചികിത്സ, പരിചരണം എന്നിവയെക്കുറിച്ച് ആളുകളെ ബോധവൽക്കരിക്കുക, രോഗികളുടെ വിവേചനം ഇല്ലാതാക്കുക. ഇനി നമ്മളെപ്പോഴും ഈ ഒരു എയ്ഡ്സ് ഡേ അല്ലെങ്കിൽ അതിൻ്റെ ഒരു പോസ്റ്റർ നോക്കുമ്പോൾ കാണാണ് ഈ ചുവന്ന റിബൺ അല്ലെങ്കിൽ റെഡ് റിബൺ. അതെന്തിനെയാണ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് വെച്ചാൽ ബോധവൽക്കരണത്തിൻ്റെയും ഐക്യദാർഢ്യത്തിൻ്റെയും ചിഹ്നമായാണ് നമ്മൾ ഈ ചുവന്ന റിബണിനെ കണക്കാക്കുന്നത്. ഇനി ഇതിനെക്കുറിച്ച് നമ്മൾ പൊതുവായി പറയുകയാണെങ്കിൽ ഇതൊരിക്കലും പകർന്നു പിടിക്കുന്ന ഒരു രോഗമല്ല. ബോധവൽക്കരണവും കരുതലും ഉള്ളപ്പോൾ ഇത് പൂർണ്ണമായും നിയന്ത്രിക്കാവുന്ന ഒരവസ്ഥ തന്നെയാണ്. അതുകൊണ്ട് എല്ലാവരും ഈ